10 ഓവർ തികയും മുമ്പേ ശുഭ്മാൻ ഗില്ലും രോഹിത് ശർമ്മയും വീണുപോയപ്പോൾ അഹമ്മദാബാദ് ആവർത്തിക്കുമോ എന്നൊരാദി പതിയെ ഗാലറിയുടെ ഹൃദയം കീഴടക്കി തുടങ്ങിയിരുന്നു. വിരാട് കോഹ്ലിയെ പൂർണ്ണമായും വിശ്വസിക്കാനാകുമോ? സമീപകാലത്ത് മോശം ഫോമിന്റെ പേരിൽ ഏറെ പഴികേട്ട ഒരാളെ കണ്ണുമടച്ചെങ്ങനെ വിശ്വസിക്കാനാണ്? ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസീസിന് മുന്നിൽ പല ഒരേ പിഴവുകൾ ആവർത്തിച്ച് വീണുപോയയാൾ വീണ്ടും ഓസീസിന് മുന്നിലെത്തുന്നു. വേദിയും ഫോർമാറ്റും ഒക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ കോഹ്ലി മാറിയോ? കിവീസിനെതിരെ 11 റൺസായിരുന്നു സമ്പാദ്യം. ബംഗ്ലാദേശിനെതിരെ 22 റൺസും. പാകിസ്ഥാനെതിരെ നേടിയ സെഞ്ചുറിയാണ് ആകെ ആശ്വസിക്കാനുണ്ടായിരുന്നത്. 100 റൺസിനിടെ ഒരു വിക്കറ്റ് കൂടി വീണുപോയാൽ പിന്നെ ഓസീസ് കളിയിൽ മാനസികാധിപത്യം നേടുമെന്ന് ഉറപ്പ്. ലോകവേദികളിൽ സമ്മർദ്ദത്തിൻ്റെ പരകോടിയിൽ വീണുപോയേക്കുമെന്ന ഭീതി ഗാലറിയിലെ മുഖങ്ങളിൽ പടരുന്ന നേരങ്ങളിൽ അയാൾ പൊടുന്നനെ ഒരു വൻമരമായി രൂപാന്തരം പ്രാപിക്കുന്നു. രാജ്യം വീഴണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് രാജാവിനെ വീഴ്ത്തേണ്ടി വരും. പക്ഷേ അയാൾ വീഴാൻ ഒരുക്കമല്ലെങ്കിലോ ആയുധം വെച്ച് കീഴടങ്ങുക. മറ്റോപ്ഷനുകളൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലില്ല. 2023 അഹമ്മദാബാദ് സ്റ്റേഡിയത്തെ നിശബ്ദതയിലേക്ക് തള്ളിയിട്ട് ക്രിക്കറ്റിന്റെ വിശ്വകിരീടവുമായി നിൽക്കുന്ന പാറ്റ് കമ്മിൻസ് പറഞ്ഞത് ഓർമ്മയില്ലേ? കലാശപ്പോരിലെ ഏറ്റവും മികച്ച നിമിഷം വിരാട് കോഹ്ലിയുടെ വിക്കറ്റായിരുന്നു. അവിടെ എല്ലാം അവസാനിച്ചു. ഗാലറിയിലേക്ക് നോക്കൂ എന്ന് സ്റ്റീവ് സ്മിത്ത് അപ്പോൾ എന്നോട് പറഞ്ഞു. 1.25 ലക്ഷം മനുഷ്യർ ആ ഗാലറിയിലുണ്ട്. എന്നിട്ടും ഒരു ലൈബ്രറിയിലേതിന് സമാനമായൊരു നിശബ്ദത അവിടെ തളം കെട്ടി നിന്നു. അതേ സ്റ്റീവ് സ്മിത്തിനെ ഗ്രൗണ്ടിന്റെ ഒരു കോണിൽ കാഴ്ചക്കാരനാക്കി നിർത്തിയാണ് കോഹ്ലി ഇന്നലെ കളവും കളിയും പിടിച്ചത്. ആരാധകരെ ആവേശത്തേരിലേറ്റാൻ പടുകൂറ്റൻ അടികളില്ല. ആദികളെ അതിർത്തി കടത്തിയല്ല, സിംഗിളുകളും ഡബിളുകളുമായി 22 വാര പിച്ചിൽ നിരന്തരം ഓടിയ അയാൾ കങ്കാരുക്കളുടെ കയ്യിൽ നിന്ന് വിജയം പിടിച്ചു വാങ്ങി. കളിയിൽ ആകെ മുതിർന്നത് ഒരേ അനാവശ്യ ഷോട്ടിന്. അതിൽ കൂടാരം കയറുകയും ചെയ്തു. എന്നാൽ അപ്പോഴേക്കും ഇന്ത്യ വിജയതീരമെടുത്തിരുന്നു. ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫിയുടെ കലാശപ്പോരിലേക്ക് കൈപിടിച്ച് നടത്തിയ ആ ഇന്നിംഗ്സിൽ ആകെ പിറന്നത് 5 ഫോറുകൾ. സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് പതിയെ കളിയുടെ ടെമ്പോയെ തൻ്റെ വരുതിയിലാക്കി. നിർണായക കൂട്ടുകെട്ടുകളുമായി സ്കോർ ബോർഡിൽ റൺ ഉയർത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ സെഞ്ചുറിക്ക് 16 റൺസ് അകലെ വീണു. ഗാലറി തലയിൽ കവിച്ചു. കളിക്ക് ശേഷം കോഹ്ലിക്ക് മുന്നിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി വീഴുന്നു എന്നാണ് സ്റ്റീവ് സ്മിത്ത് പ്രതികരിച്ചത്. ഏകദിന ക്രിക്കറ്റിൽ വിരാട് കോഹ്ലിയേക്കാൾ മികച്ചൊരു ചേസറെ ഞാൻ കണ്ടിട്ടില്ല. നിരവധി തവണ ഞങ്ങൾക്കെതിരെ അയാൾ ഇത് ആവർത്തിച്ചിട്ടുണ്ട്. തോൽവിയിലേക്ക് എടുത്തെറിയപ്പെട്ടേക്കുമോ എന്ന് തോന്നുന്ന മത്സരങ്ങളുടെ ടെമ്പോയെ അയാൾ പെട്ടെന്ന് തൻ്റെ വരുതിയിലാക്കുന്നു. പിന്നെ പതിയെ കളം പിടിക്കുന്നു. സ്മിത്ത് പറഞ്ഞവസാനിപ്പിച്ചു. 3-ാം വിക്കറ്റിൽ ശ്രേയസ് അയ്യറുമായി 91 റൺസിന്റെ കൂട്ടുകെട്ട്. 4-ാം വിക്കറ്റിൽ അക്സർ പട്ടേലുമായി 44 റൺസിന്റെയും 5-ാം വിക്കറ്റിൽ KL രാഹുലുമായി 47 റൺസിന്റെയും കൂട്ടുകെട്ടുകൾ. ഇന്ത്യൻ വിജയത്തിൽ ഏറെ നിർണായകമായത് കോഹ്ലി ഉണ്ടാക്കിയ ഈ പാർട്ട്ണർഷിപ്പുകളാണ്. ചേസിങ്ങുകളിൽ തന്നെക്കാൾ വിശ്വസ്തനായ ഒരാൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇല്ലെന്ന് അയാൾ ഒരിക്കൽ കൂടി ഇന്നലെ ദുബായിൽ അടിവരയിട്ട് പറഞ്ഞു. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺ സ്കോർ ചെയ്യുന്ന താരമെന്ന റെക്കോർഡ് ഇന്നലെ കോഹ്ലിക്ക് തേടിയെത്തി. 17 മത്സരങ്ങളിൽ നിന്ന് 82.89 ആവറേജിൽ 746 റൺസാണ് കോഹ്ലി ചാമ്പ്യൻസ് ട്രോഫി വേദികളിൽ അടിച്ചെടുത്തത്. 46 റൺസ് കൂടി എടുത്താൽ ക്രിസ് ഗെയിലിന്റെ റെക്കോർഡ് തകർത്ത് ചാമ്പ്യൻസ് ട്രോഫിയിലെ എക്കാലത്തെയും വലിയ റൺവേട്ടക്കാരനാകാം. ചേസിംഗിൽ 8000 റൺസ് എന്ന നാഴികക്കല്ലിലും കോഹ്ലി ഇന്നലെ തൊട്ടു. ശ്രേയസ് അയ്യർ ഏകദിന ക്രിക്കറ്റിൽ ആരാധകർക്ക് ഇപ്പോൾ കണ്ണുമടച്ച് വിശ്വസിക്കാനാകുന്ന പോരാളിയാണ് അയാൾ. ഓസീസിനെതിരായ സെമിയിലും അയാൾ ഇന്നലെ കളം നിറയ്ക്കുന്ന കാഴ്ചക്ക് ദുബായ് വേദിയായി. കോഹ്ലിക്കൊപ്പം 3-ാം വിക്കറ്റിൽ 91 റൺസിന്റെ ക്രൂഷ്യൽ പാർട്ട്ണർഷിപ്പ്. അവസാനം കളിച്ച 7 ഏകദിനങ്ങളിൽ നിന്ന് 4 അർദ്ധ സെഞ്ചുറികൾ അടക്കം ശ്രേയസ് അടിച്ചെടുത്തത് 376 റൺസ്. അതിൽ 2 അർദ്ധ സെഞ്ചുറികളും പിറന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ. നിർണായക സമയത്ത് ഫോമിലേക്ക് ഉയർന്ന KL രാഹുൽ. അവസാന ഓവറുകളിൽ കൂറ്റനടികളുമായി കളം നിറഞ്ഞ ഹാർദിക് പാണ്ഡ്യ. ഓസീസിനെ 300 കടക്കാതെ കൂടാരം കയറ്റിയ മുഹമ്മദ് ഷമിയും വരുൺ ചക്രവർത്തിയും രവീന്ദ്ര ജഡേജയും. അഹമ്മദാബാദിലെ പരാജയത്തിന് പകരം ചോദിച്ച ദുബായിലെ ഐതിഹാസിക ജയത്തിന് കടിഞ്ഞാൻ പിടിച്ചവർ ഏറെ. 3 വർഷത്തിനിടെ 3 ICC ടൂർണമെന്റുകളുടെ കലാശപ്പോരിലേക്ക് ഇന്ത്യയെ കൈപിടിച്ച് നടത്തിയ രോഹിത് ശർമ്മക്ക് ഒരു പതിറ്റാണ്ടിനിപ്പുറം ചാമ്പ്യൻസ് ട്രോഫി കിരീടം കൂടി ഷെൽഫിലെത്തിക്കാനാകുമോ? കാത്തിരുന്നു കാണണം.